സ്വാഗതം. ഞങ്ങൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈവനിങ് വ്ളോഗിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്നലെ ഞങ്ങള് ഈവനിങ് വ്ളോഗ് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ഭയങ്കര ഡീഗ്രഡേഷൻ കിട്ടി. ഞങ്ങളെ കമന്റ്സിൽ ആരും പറഞ്ഞില്ലെങ്കിലും ഞങ്ങളെ നേരിട്ട് കുറച്ച് പേര് പറഞ്ഞു ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഭയങ്കര ബോറാണ്. അപ്പൊ ഞങ്ങൾ നിർത്താച്ചു. അങ്ങനെ നിർത്തിയപ്പോ എന്തുണ്ടായി, ഇന്നൊരു ടീം വന്നിട്ട് പറയാ ആൻഡ്രോസിന്റെ പെർഫോമൻസ് വേറെ ലെവലാണ്. അത് കേട്ടോടുകൂടി ഞങ്ങൾക്ക് അങ്ങോട്ട് ആവേശം വന്നു. ഇന്നലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഇവര് ചോദിക്കായിരുന്നു വ്ളോഗ് എടുക്കണില്ലേ. അപ്പൊ ഞങ്ങള് പറഞ്ഞു ആർക്ക് ഇഷ്ടമാണല്ലേ, പിന്നെ എന്തിനാ വ്ളോഗ് എടുക്കണേന്ന്. അപ്പൊ എന്തായി, അപ്പൊ ഇന്ന് വന്നിട്ട് ആൻഡ്രോസിന്റെ പെർഫോമൻസ് ഇഷ്ടമായെന്ന് പറഞ്ഞോടുകൂടി ഞങ്ങള് വീണ്ടും ചെയ്യാനുള്ള പ്ലാനായിട്ട് വന്നു. പിന്നെ പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വ്ളോഗ് ചെയ്യുന്നത്. ഇവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആൻഡ്രോസിന്റെ അടുത്ത് വ്ളോഗ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് വേഗം എഴുതി കഴിക്കും, അല്ലെങ്കിൽ 10 മണിയായാലും എഴുതി കഴിയില്ല. ഇന്ന് അവള് വേഗം എഴുതി കഴിഞ്ഞു, വളരെ ഫാസ്റ്റ് ആണ്. ഞങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്ന സ്പീഡിലാണ് ഞാൻ പ്രോസസ് ചെയ്ത് കഴിഞ്ഞത്. അല്ല ടൈം ആകുമ്പോ അവര് പറയും വ്ളോഗ് എടുക്കണില്ലേ, ടൈം ആയില്ല, വ്ളോഗ് എടുക്കണില്ലേ. ഇന്നലെ പിന്നാലെ നടക്കാറുണ്ട് വ്ളോഗ് എടുക്കണില്ലേ. എന്റെ എല്ലാം കഴിഞ്ഞു, വ്ളോഗ് എടുക്കണില്ലേ. പക്ഷെ ഇന്നലെ വ്ളോഗ് എടുത്തില്ല. ഞങ്ങള് പറഞ്ഞു ആർക്കും താല്പര്യമൊന്നുമില്ല, അത് കാരണം എടുക്കണില്ല. അപ്പൊ നോക്കിയപ്പോ ഫാൻസുകാർ വന്നിട്ടുണ്ട്. ഫാൻസുകാർ വന്നപ്പോ പിന്നെ വിചാരിച്ചു എന്തായാലും ഇവർക്കും താല്പര്യമുണ്ട്, പിന്നെ ഫാൻസുകാരായാലും ഞങ്ങളിവിടെ ചെയ്യാതെ വിചാരിച്ചു. നിങ്ങളവിടെ സഹിക്കാല്ലോ, ഇഷ്ടമുള്ളവരെ സഹിക്കുക. പിന്നെ ആർണോസിന്റെ പെർഫോമൻസ് ഭയങ്കര മോശമാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷെ അതൊന്നും കാര്യമാക്കണ്ട. ആർണോസിന്റെ ഇന്നലെ ഒരു വീഡിയോ ഇട്ടുണ്ട്, ഷോർട്സ്. കിഡിലെ പെർഫോമൻസ് ആ പുഷ്പരാജിനെ കാണിച്ചു. ഇങ്ങനെ താഴത്തില്ല, ആർണോസ് തിരുമ്പി വരും അല്ലെ, തിരുമ്പി വരുന്ന പറഞ്ഞ അലക്കിട്ട് വരുന്നു. ആർണോസിന്റെ കിഡിലെ പെർഫോമൻസ് ആയിട്ട് വരും. പിന്നെ ആൻഡ്രോസ് പ്രേക്ഷകർക്ക് വേണ്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡാൻസ് പഠിച്ചിട്ട് അതി പഠിപ്പായിരുന്നു. ആകെ 1 മണിക്കൂർ കൊണ്ടല്ലേ പഠിച്ചത്. ആ പെർഫോമൻസ് കാണാം. ശിവകാമിയെ ശിവനിൽ നീയും പാതിയേ അതും ഉനക്ക് പുരിയുമാ. ശിവലാലി ലാലിയേ ലാലി ലാലിയേ അഭിരാമി ലാലിയേ ലാലി ലാലിയേ. മതി, ഇതാണ് ആൻഡ്രോസിന്റെ പെർഫോമൻസ്. ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രം പഠിച്ചോട്ടാ. ആൻഡ്രോസ് അങ്ങനെ ചെയ്യാത്തതാണ്. അല്ലെങ്കിൽ അവളെ കൊണ്ടില്ലേ ഒരു ഡാൻസ് പഠിപ്പിക്കണമെങ്കിൽ 2 ദിവസം പിടിക്കും. അതാണ് അവള് എന്ത് ചെയ്യുന്ന, വളരെ ഫാസ്റ്റ് ആയിട്ട് പഠിച്ച് ചെയ്തിരിക്കുന്നത്. എന്തിന്റെ പേരില്, വ്ളോഗ് ചെയ്യാൻ വേണ്ടി മാത്രം അല്ല. പറഞ്ഞോ, ഞാൻ വ്ളോഗിൽ പറയാനുള്ള പറയും. ഇങ്ങോട്ട് വാ, ഇവിടെ ഒന്നും കടന്നു കിട്ടില്ല. പറഞ്ഞോ, അവിടെ പറ്റി പറയും. ഞങ്ങളോട് പറഞ്ഞു തരും. സ്കൂളിൽ പോയില്ല, എന്ത് കാരണം അവളല്ല പറയണ്ടേ. പനികളാണ് തുള്ളി കൊണ്ടുവന്നത്. അപ്പൊ നാളെ സ്കൂളിൽ പോകാൻ പറ്റില്ല. കണ്ട പാട്ടില്ലാണ്ട് വരെ ഇവിടെ അമ്മത്ത് കളിച്ചു തുടങ്ങി. അതാ വേറെ ലെവല്. പിന്നെ പറയാൻ മറന്നു, നമ്മുടെ ഗഡിന്ന് ഒരു കിഡിലെ ഫുഡ് ഉണ്ടാക്കിണ്ടല്ലേ, കണ്ട കൊള്ളി സബോള മുട്ടയുണ്ട് കേട്ടോ. സോറി, കൊള്ളിമുട്ടയും ശരിക്കും മറ്റേ എന്നിട്ട് ബോട്ടിങ് കൊള്ളി പോലെയാണ് ഉണ്ടാക്കിക്കണ. ബോട്ടിൽ ഒരു കുറവുണ്ടെന്ന് മാത്രം. ഇവരൊന്നും കഴിച്ചതെന്നില്ല. സബോള ഇട്ടപ്പോ അവര് കഴിച്ചു. അപ്പൊ എന്ന് പറഞ്ഞാൽ കിട്ടില്ല സാധനമുണ്ട് ഇല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യാം, ട്രൈ ചെയ്യാം. കൊള്ളിമുട്ടയും കിട്ടില്ല ടേസ്റ്റാണ്. ബോട്ടിൽ എല്ലാവരും കഴിച്ചൊന്നുമില്ല, അതിന്റെ മണ്ണൊന്നും ചിലവർക്ക് പിടിക്കാറില്ല. അപ്പൊ ബോട്ടിൽ ഇഷ്ടമാകാത്തവർ എന്ത് ചെയ്യാം, കൊള്ളിമുട്ടയും കഴിക്കുക. അതല്ലെങ്കിൽ വേറെ സാധനമുണ്ട്, ഈ കൊള്ളി മുട്ടയ്ക്കും പകരം ഈ മുട്ടയും ഗ്രീൻ പീസും തൃശ്ശൂര് കൊടുക്കാറുണ്ട്. ഒരുപാട് പേരൊന്നും കഴിക്കാറുണ്ട്. കൊള്ളിയില്ലേ, മുട്ടയും ഗ്രീൻ പീസും സബോളയും അതും കിട്ടലും ടേസ്റ്റാ. അപ്പൊ പരീക്ഷിക്കാത്തവരുണ്ട്, ഞാൻ പരീക്ഷിച്ചു നോക്കാം. കിട്ടലും ടേസ്റ്റാണ്. നിങ്ങൾ പഠിച്ചൊന്നുമില്ലേ? ഓർമ്മയിലാണ്ടോ നിന്നെ കൊണ്ടുവരാൻ അരിയാങ്ങാടിന്ന് പഠിച്ചെന്നാണ്. നമ്മൾക്ക് ഓർമ്മയിലാണ്ടോ അല്ലല്ല, കൊള്ളിയും മുട്ട ഗ്രീൻ പീസും മുട്ടയും എടുക്കുന്നുണ്ട്. ഒരു 4-5 വർഷം മാത്രം. അപ്പൊ നമ്മളത് ശ്രമിച്ചു നോക്കല്ലേ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേര് ഇഷ്ടമാണൊക്കെ ഉണ്ട്, പക്ഷെ അവര് ലൈക്ക് ചെയ്യാൻ മറക്കണം. നിങ്ങൾ പറയാനൊക്കെ ഉണ്ട് ലൈക്ക് ചെയ്യാം, പക്ഷെ
മറന്നു പോവാണ്. ആരും കുറ്റം പറയുന്നൊന്നുമില്ല. ഞങ്ങളും അതന്നെ ചെയ്യണം. ഞങ്ങളും പല വീഡിയോസും കണ്ടിട്ട് എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കും. ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ട്. അത് ചിലപ്പോ ഇരുന്ന് ഇങ്ങനെ കാണും, പക്ഷെ ലൈക്ക് ചെയ്യാൻ മറക്കും. ഞങ്ങളൊരു 3-4 പ്രാവശ്യമൊക്കെ കാണും, അത് മറന്നിട്ട് അടുത്ത വീഡിയോ കണ്ടുപോകും. പിന്നെ യൂട്യൂബിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വീഡിയോ നമ്മൾ എന്തെങ്കിലും അന്വേഷിക്കാൻ വേണ്ടി എടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോ കാണാണ്ട് ബാക്കി എല്ലാ വീഡിയോ കാണും. 5 മിനിറ്റിന്റെ വീഡിയോ നമുക്ക് തപ്പിയിട്ട് വന്നിട്ടുണ്ടാവാം. എന്നിട്ട് നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാവും അറിയാം നമ്മൾ ഇതിനകത്ത് ധാരാളം സമയം ചെലവഴിച്ചു തോന്നുന്നത്. അത് ഒരുവിധം എല്ലാരും അങ്ങനെ, നമ്മള് മാത്രമൊന്നല്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിനെ പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അവര് ശ്രമിക്കണമെന്നറിയില്ല, ഞാൻ പുറത്ത് കിടക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ആദ്യമേ തന്നെ സമയം തീരുമാനിക്കും, ഒരു 10 മിനിറ്റ് കാണുള്ളൂ. അല്ലെങ്കിൽ എന്താണ് സെർച്ച് ചെയ്യാൻ നിൽക്കണ ആ സാധനം ആദ്യം സെർച്ച് ചെയ്യുക, അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള വീഡിയോ കാണുള്ളൂ. എപ്പോഴും പറ്റുന്നുണ്ട്, പരമാവധി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കറക്റ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ വിചാരിക്കും, നമ്മൾ യൂട്യൂബ് തുറക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഷോട്ട് കാണും. അപ്പൊ നമ്മൾ വിചാരിക്കും ആ സാധനം ഈ ഷോട്ട് കണ്ടിട്ടാവാം ബാക്കിയുള്ളത്. അതിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 10-20 ഷോട്ട്, അത് കഴിഞ്ഞാൽ വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വീഡിയോ, നമ്മൾ വന്ന കാര്യം മറന്നു പോകും. ഒരുപാട് നേരം നിന്ന് പുറത്തിറങ്ങണം. അങ്ങനെയാണ് യൂട്യൂബിൽ ഞാൻ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി വേറെ വല്ലവർക്കും വല്ല ഐഡിയ ഉണ്ടെങ്കിൽ അതൊക്കെ പറയാം. എന്തായാലും ഇത് ഒരുപാട് സമയം യൂട്യൂബിൽ ചെലവഴിച്ച് പോകണം. അപ്പോൾ നമ്മൾ വിചാരിച്ച സമയമൊക്കെ കഴിഞ്ഞ് പോകണം. അപ്പൊ അതിന് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യാം. പിന്നെ എന്നിട്ടാ വെള്ളം തട്ടി വന്നു, ഐശ്വര്യമായിട്ടുണ്ട്. എന്തായാലും ഇവിടെ തുടക്കിൽ ഇത്തിരി കുറവാണ്. അപ്പൊ ഇതിന്റെ പേരിലാണെങ്കിലും നല്ല തുടച്ച് വിട്ടിട്ടോ, എന്തിട്ടെങ്കിലും ആവട്ടെ. അപ്പൊ നമ്മളോട് ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾക്ക് പറയാൻ പറയേ, ഞങ്ങളൊന്നും സ്കൂളിൽ പോയില്ലേ, ചോമയുടെ പേര് പറഞ്ഞിട്ടാണ് പോകാണ്ടിരുന്ന. 24 മണിക്കൂറുണ്ട് ഇവരോട് എടുക്കാറുന്നു അല്ല, ഇങ്ങോട്ട് നീക്കുക എന്നെ കാണില്ല. വെള്ളം തൊട്ടുണ്ട്. എനിത്തിങ് എൽസ് എന്തെങ്കിലും പറയണ്ട. പിന്നെ പറഞ്ഞാൽ ഞങ്ങളെ ടൈമിംഗ് ഒക്കെ തെറ്റി. അത് കാരണം ഞങ്ങൾ ചോറൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ട്. വീഡിയോ ഇച്ചിരി നേരത്തെ എടുക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾ ഇന്ന് ലേറ്റ് ആയി. അപ്പൊ ഞങ്ങൾ അപ്പൊ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാ ഈ വീഡിയോ എടുക്കണോട് കൂടെ ചോറൊന്നും കഴിയുമല്ലോ. പിന്നെന്ന് പറഞ്ഞാൽ ഈ സമയമാണ് ഞങ്ങളുടെ കറക്റ്റ് ടൈം. പിന്നെ ഞങ്ങളുടെ പ്രാർത്ഥന കുറച്ച് നേരത്തെ ആക്കിയിട്ടുണ്ട്. അപ്പൊ പിന്നെ വേഗം ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ പ്രാർത്ഥന ലേറ്റ് ആവും. അത് കാരണം ഞങ്ങള് എല്ലാം ഒരുമിച്ച് നടത്തുകയാണ്. ഇതോടുകൂടി ഞങ്ങൾ ഫുഡ് അടിയും കഴിയും, വീഡിയോ എടുത്തിട്ടും കഴിയും, എല്ലാ പരിപാടിയും കഴിയും. അപ്പൊ പിന്നെ അവസാനിപ്പിക്കല്ല. അപ്പൊ പിന്നെ ഇന്നത്തെ വ്ളോഗ് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ട് ഡിസ്ലൈക്ക് ചെയ്യുക, പറ്റുവെച്ച് ചെയ്യുക, അല്ലെങ്കിൽ വിട്ടേക്ക്. വിഷയമുള്ള കാര്യം തന്നെ ഞങ്ങൾ എന്തായാലും ഇവർക്ക് താല്പര്യം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വീഡിയോ നോക്കണ സമയത്ത് ഞങ്ങൾ വന്ന് ബുദ്ധിമുട്ടിക്കണമെന്നാണ് പറയണത്. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുക, അല്ലാതെ എന്ത് ചെയ്യുക, ഞങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.